ഹലോ എവരിവൺ. മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിനും മനസ്സിനും ഒരുപാട് പ്രയോജനമുണ്ടെന്ന് നമുക്കൊക്കെ അറിയാമല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം, എങ്ങനെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കെല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷൻ മെത്തഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മെഡിറ്റേഷനുകൾ ഒരുപാട് തരത്തിലുണ്ട്. എന്നാൽ ചില മെഡിറ്റേഷനുകൾ ചിലർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത്രമാത്രം എഫക്റ്റീവായിട്ട് തോന്നില്ല. എന്നാൽ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെഡിറ്റേഷനാണ് മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതും ഈ മന്ത്ര മെഡിറ്റേഷൻ തന്നെയാണ്. മന്ത്ര എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. അതിൻ്റെ അർത്ഥം മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ത്ര എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെഡിറ്റേഷനിൽ നമ്മൾ മന്ത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ റിലീസാണ്, മനസ്സ് റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. മന്ത്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അവെയർനെസ് കൂട്ടാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഫോക്കസ് കൂട്ടാൻ, എന്തിലേലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, പ്രത്യേകിച്ചും ജോലിയിലാകാം അല്ലെങ്കിൽ പഠന മേഖലകളിലൊക്കെയും അതിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന മെഡിറ്റേഷനാണ് ഈ മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. മറ്റുള്ള മെഡിറ്റേഷൻ പോലെ തന്നെയാണ് മന്ത്ര മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫിസിക്കൽ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഒരു പ്രൊസീജിയർ ആകുമ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പും അത് ചെയ്ത് കഴിഞ്ഞും പ്രീ പ്രൊസീജിയറും പോസ്റ്റ് പ്രൊസീജിയറിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചെയ്യുന്നതിന് നമ്മൾ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനും ടൈമും തിരഞ്ഞെടുക്കുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നേരം പുലരുന്ന അല്ലെങ്കിൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള ഒരു ടൈമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം പുറമേ നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. ചെയ്യുന്നതിന് നിങ്ങൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും നിങ്ങളുടെ മുറി തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നല്ല വായു സഞ്ചാരമുള്ള ഒരു മുറി, ഒരുപാട് ലൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അത്രമാത്രം വലിയ ഒരു എക്സ്പോഷർ ലൈറ്റിൻ്റെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് ഡിവൈസുകൾ, പ്രത്യേകിച്ചും മൊബൈൽ ആ മുറിയിൽ നിന്ന് തന്നെ മാറ്റിവെക്കുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കംഫോർട്ടബിൾ പൊസിഷനാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നിവർന്നിരിക്കുക എന്നുള്ളതാണ്. ചിലർ പറയും നിലത്തിരിക്കുക, നിലത്ത് നമ്മൾ ചമ്രം പടഞ്ഞിരിക്കുക എന്നുള്ളത്. ഇന്ന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവർക്കും ചെറിയ പ്രായത്തിലേ ഉള്ളത് കാരണം അങ്ങനെ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങളൊരു കസേരയിൽ ഇരുന്നാലും മതി. ഇനി അതല്ല, അങ്ങനെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, കിടന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആകുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. നിലത്ത് ചമ്രം പടഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുട്ടുകൾ നിങ്ങളുടെ ഇടുപ്പെല്ലിനേക്കാൾ അല്പം ഉയർന്നു നിൽക്കണം. അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബാക്കിന് സപ്പോർട്ട് കിട്ടുള്ളൂ. ചെയറിലാണെങ്കിൽ നടുവ് നിവർന്നിരിക്കുക. ഇനി അടുത്തത് കൈകൾ എങ്ങനെ വെക്കണമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പലരും പല രീതിയിൽ പറയും. ചിലർ പറയും ആ ഒരു മുദ്ര നമ്മൾ ഫോളോ ചെയ്യണം. അതിൻ്റെ ഒന്നും ഒരു അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ നമ്മളുടെ കൈകൾ നമ്മുടെ ലാപ്പിൽ മടിയിൽ 2 കൈകളും വെക്കുക എന്നുള്ളതും വളരെ പ്രയോജനം തരുന്നതാണ്. ഇന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ മെഡിറ്റേഷൻ എഫക്റ്റീവ് ആവൂ എന്നില്ല. നമ്മളുടെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകരുത്, അത്രമാത്രം മനസ്സിൽ കരുതിയാൽ മതി. ഇനിയും ഈ മന്ത്ര മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ചെയ്യുക. കാരണം കൂടുതൽ ശ്രദ്ധ അതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും. ഏത് മെഡിറ്റേഷൻ ചെയ്യുമെങ്കിലും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ടോ നമ്മൾ പ്രയോജനം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതിന് നമ്മളൊരു കൺസിസ്റ്റൻസി വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എന്നും ചെയ്യുക, അതോടൊപ്പം ഒരു ക്ഷമയും കാണിക്കുക. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരു യൂസും കിട്ടിയില്ല എന്ന് പറയരുത്. കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുമെന്നുള്ളത് തീർച്ചയാണ്. ഇത്രയും കാര്യം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുകയാണ്. കാരണം അന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കേട്ടതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരണം, അല്ലേ? കാരണം നമ്മൾ ഒരുപാട് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണെങ്കിൽ പോലും ഒരുപാട് ചിന്തകൾ നമുക്കിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വരും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഫോക്കസ് ആകാൻ, മെഡിറ്റേഷനിലേക്കാകാൻ വേണ്ടി നമുക്കൊരു ഡീപ്പ് ബ്രീത്തിങ് എടുത്തുകൊണ്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ പ്രശ്നങ്ങളോ ഉള്ളവരാണ് എങ്കിൽ സാധാരണ രീതിയിൽ തന്നെയുള്ള നിങ്ങളുടെ ശ്വസനത്തിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഡീപ്പ് ബ്രീത്തിങ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ണുകൾ അടച്ച് തന്നെ വേണം നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ തുടക്കം മുതൽ ചെയ്യാൻ. നമ്മൾ ഇരിക്കേണ്ട പൊസിഷനിൽ വളരെ ഫ്രീ ആയിട്ടിരിക്കുക, മനസ്സ് കാം ആക്കിക്കൊണ്ടിരിക്കുക, മറ്റുള്ള ചിന്തകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക.
അതിനുശേഷം ശ്വാസം എടുക്കുകയാണ് നമ്മൾ. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. ശ്വസനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത്. എന്നും നമ്മൾ ഈ ബ്രീത്തിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ അല്ല. ഇവിടെ നമ്മൾ അവെയർനെസ് കൊടുക്കുകയാണ് നമുക്ക് തന്നെ. ഉള്ളിലേക്ക് ശ്വാസം നമ്മൾ എടുക്കുമ്പോൾ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഞാൻ എടുക്കുന്നത് വളരെ ശാന്തിയും സമാധാനവുമുള്ള ശുദ്ധമായിട്ടുള്ള വായുവാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടെ വേണം ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം പറ്റുമെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, ഒരു 1 to 2 seconds, വളരെ കുറഞ്ഞൊരു ടൈമാണ് ഞാൻ പറയുന്നത്, ഹോൾഡ് ചെയ്യുക. ആ ബ്രത്ത് ഉള്ളിലേക്ക് എടുത്ത ശ്വാസം ഹോൾഡ് ചെയ്ത് ഒന്ന് പിടിച്ചതിന് ശേഷം പതിയെ ശ്വാസം റിലീസ് ചെയ്യുക. ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ നിറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞ വിഷമങ്ങൾ എല്ലാം കലർന്ന വായുവിനെയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നതെന്നും കൂടെ മനസ്സിൽ കാണുക. ഒരു 2 or 3 തവണ നമ്മൾ ഇങ്ങനെ ഒരു ബ്രീത്തിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് മനസ്സ് വരും. ഇനി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സാധാരണ രീതിയിലാണെങ്കിലും ശ്വസനത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു മന്ത്രമാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇനി മന്ത്രം ചൂസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ചിലർ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഞാനത് പേഴ്സണലി സജസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മളൊരു അഫർമേഷൻ യൂസ് ചെയ്യുമ്പോൾ അത് അല്പം ലെങ്തി ആയിരിക്കും അല്ലേ. നല്ലൊരു പോസിറ്റീവ് വാക്ക്, ഐ ആം ഹെൽത്തി അല്ലെ ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ അത് അല്പം ലെങ്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പറയാനും അല്ലെങ്കിൽ അത് നമ്മൾക്ക് ഒന്ന് നമ്മുടെ ബ്രെത്തുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് പോകാനും അല്പം ബുദ്ധിമുട്ട് കാണും. നേരെ മറിച്ച് വളരെ നിസ്സാരമായ ഒരു വാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് വല്ലാത്ത ടെൻഷനാണ് എപ്പോഴും, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് ശാന്തി എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല ശാന്തത, എപ്പോഴും ഇതാണെങ്കിൽ നമുക്ക് കാം എന്നുള്ള വാക്ക്, ഇതിപ്പോൾ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമ്മളുടെ ലാംഗ്വേജിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആനന്ദം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ വാക്ക് നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രത്തിൻ്റെ ആ ഒരു കൺട്രോൾ ഇതായി കഴിയുമ്പോൾ നമ്മൾ ആ ശ്വസന വ്യായാമം ചെയ്തതിന് ശേഷം അതേ ലെവലിൽ ഇരുന്നു കൊണ്ട് ഈ വാക്ക് നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ആ ഒരു വാക്ക് നമ്മൾ പറയാൻ ആരംഭിക്കുകയാണ്. ഇനി എങ്ങനെ പറയണം? നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു ശാന്തി എന്നുള്ളൊരു വാക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ആ വാക്ക് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന കൂട്ടത്തിൽ ആ വാക്ക് പറയുക. വളരെ സ്പീഡിൽ വാക്ക് പറയുക എന്ന് പറയുമ്പോൾ ഒരു ജോലി ചെയ്യുന്ന പോലെ ശാന്തി 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 അങ്ങനെയല്ല പറയേണ്ടത്. പകരം ഓരോ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ആ വാക്ക് വളരെ, ഞാൻ പറയുമ്പോൾ ഒരു നല്ലൊരു എഫക്റ്റീവ്നെസ് വരാൻ വേണ്ടി പറയുകയാണ്, നല്ല രീതിയിൽ ആ വാക്ക് പറയുക. നമ്മൾ പറയില്ല ഉൾക്കൊണ്ടുകൊണ്ട് പറയുക എന്ന്. അതോടൊപ്പം ഒരു വൈബ്രേഷണൽ മോഡിൽ ആ വാക്ക് പറയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ബോഡിയിൽ നിറയാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഈ ശാന്തി എന്നുള്ള വാക്കാണ് നമുക്ക് എങ്ങനെ പറയാം? ശാന്തി. ആ വാക്ക് നമുക്കൊന്ന് വൈബ്രേഷൻ ഉണ്ടാകുന്ന രീതി വരെ നമുക്ക് നീട്ടാം. മനസ്സിലായോ? അപ്പോൾ ശാന്തി എന്ന് നമ്മൾ നീട്ടി പറയുമ്പോൾ ദാറ്റ് വൈബ്രേഷൻ വി ക്യാൻ ഫീൽ ഇൻ അവർ ബോഡി. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് ഓരോ ശ്വാസത്തിനോടൊപ്പം പറയുക. എപ്പോഴും ശ്വാസം എടുക്കുമ്പോൾ എന്നാൽ ഈ വാക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയണമെന്ന് ഓർത്ത് ഒരുപാട് കോൺഷ്യസ് ആവരുത്. നമ്മുടെ കുറേ പറയുമ്പോൾ ആവർത്തിച്ച് ഇതേ വാക്ക് ഓരോ ശ്വാസം എടുക്കുമ്പോഴും പറയുക. ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിങ്ങനെ ഇരിക്കുന്നു, ശ്വാസം എടുക്കുന്നു, ശാന്തി, ഇങ്ങനെ നമ്മൾ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ബ്രെത്ത് എടുക്കുമ്പോൾ പറയുക. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അല്പം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ലൗഡായിട്ട് ഒച്ചത്തിൽ പറയാതെ തന്നെ മനസ്സിൽ പറയാൻ ശ്രമിക്കുക. നമ്മുടെ ചുണ്ടുകൾ അനക്കാതെ നമ്മൾ മനസ്സിൽ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ഈ വാക്ക് പറയുക. ഇനി എത്ര തവണ പറയണമെന്ന് ചോദിച്ചാൽ അതിനൊരു കണക്കുമില്ല. നിങ്ങൾക്ക് പറയാവുന്നിടത്തോളം ഓരോ ശ്വാസത്തിൻ്റെ കൂടെയും പറയുക. കുറച്ചൊരു ലെവലായി കഴിയുമ്പോൾ നമ്മളുടെ ബ്രെത്തും ഈ വേർഡും തമ്മിലൊരു കണക്ഷൻ വരും. അതായത് അതിൻ്റേതായ ഒരു ലെവലിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾ കുറേയേറെ നേരം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊന്ന് സൈലൻ്റ് ആവുക, ഒന്ന് ശാന്തമാവുമ്പോൾ ആ വാക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് അത് നമ്മളുടെ മനസ്സിൽ ഉയർന്ന് നമുക്ക് കേൾക്കാം. നമ്മളുടെ തന്നെ ഓൺ വോയിസിൽ നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന്
നമുക്ക് എന്ത് വരാം, ചിലപ്പോഴൊക്കെ എല്ലാവർക്കും വരണമെന്നല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ചിന്തകൾ, അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒട്ടും ഡിസ്റ്റർബൻസ് ആവേണ്ട കാര്യമില്ല. എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിലോ എനിക്കിത് രക്ഷയില്ല എന്നുള്ളൊരു ചിന്ത വരേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത്, ആ വാക്ക് ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞത് നിർത്തി വെച്ചിട്ട് മനസ്സിൻ്റെ സൗണ്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ വന്നു കഴിയുമ്പോൾ ആ വാക്ക് നമ്മൾ വീണ്ടും പറയാൻ ആരംഭിക്കുക. ഇങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഒന്ന് നിർത്തി വെക്കുക. നമ്മളുടെ ഓൺ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് ഈ മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു മന്ത്രത്തെ, അല്ലെ നമുക്ക് വേണ്ടി ആ വാക്കിനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാവുന്ന അത്രയും സമയം നിങ്ങൾക്ക് മതി എന്ന് തോന്നുന്നവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മടുത്തു, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ആദ്യമേ തന്നെ ഞാൻ ഈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരോട് പറയുകയാണ്, ചിലർക്ക് ബോർ അടിക്കുന്ന പോലെ തോന്നും. കാരണം ഇത് വളരെ കാരണം നമ്മളൊക്കെ ഒരു ഫാസ്റ്റ് വേൾഡിൽ എല്ലാം അങ്ങ് ജീവിക്കുന്ന ആളുകളായ കാരണം ഈ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്പം ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും നിങ്ങളൊന്ന് ക്ഷമ കാണിച്ച് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചിന്താഗതിയോടെ വേണം ചെയ്യാൻ ആരംഭിക്കാൻ. ഇനി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്ക് മതി, അല്ലെ ഒരു 5-10 മിനിറ്റ്സ് സമയം ഞാൻ ഒരിക്കലും പറയില്ല. ചിലർ പറയും എത്ര സമയം ചെയ്യണം എന്നുള്ളത്. അത് ഡിപ്പെൻസ്, ഓരോ വ്യക്തികളെ ആശ്രയിച്ചാണ്. നിങ്ങൾക്ക് കംഫർട്ടായില്ല, മതി എന്ന് തോന്നുന്ന സമയം അത് എത്രയാണോ അതുവരെ ചെയ്യുക. ഇനി മെഡിറ്റേഷൻ കഴിഞ്ഞു ഉടനെ കഴിഞ്ഞല്ലോ എന്നോർത്ത് എഴുന്നേറ്റ് ഓടിപ്പോകരുത്. ഇനി പോസ്റ്റ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് ഒരല്പം സമയം അതേ പൊസിഷനിൽ കണ്ണുകൾ അടച്ച് നിങ്ങളൊന്ന് ആയിരിക്കുക. ആ ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, ഞാനിത് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരല്പം മാറ്റം എനിക്കുണ്ടായോ, എന്തെങ്കിലും എൻ്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടായോ എന്നൊക്കെ ഒന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിന്ത വേണമെങ്കിലും വന്നോട്ടെ, അതിനെ ആ ഫ്രീ ആയിട്ട് മനസ്സിൽ വരാൻ അനുവദിച്ചുകൊണ്ട് ഒരല്പം സമയം നിങ്ങൾ അവിടെ ഇരിക്കുക. ഇതിന് ശേഷമേ എഴുന്നേറ്റ് പോകാവൂ. അപ്പോൾ ഈ പ്രൊസീജിയറിന് മുമ്പും പിമ്പും ഉള്ള കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനിയും ഇങ്ങനെയുള്ള ഇതല്ലാതെ നമുക്ക് വേറെ രീതിയിലും ഇതേ മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടുതൽ പ്രയോജനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിശ്വാസിയാണ് എങ്കിൽ, നമുക്കൊക്കെ ഒരുപാട് മതങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മളുടെ ക്രിയേറ്ററിനെ, നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ പവറിനെ പല പേരുകളാണ് വിളിക്കുന്നത്. നമ്മളുടെ ദൈവത്തിന് നമ്മൾ പല പേരുകൾ കൊടുത്ത് വിളിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ വേദനകൾ അല്ലെ വിഷമതകൾ വരുമ്പോൾ നമ്മുടെ ദൈവത്തെ നമ്മൾ വിളിക്കുന്ന ആ വാക്കും നിങ്ങൾക്ക് മന്ത്രമായിട്ട് മെഡിറ്റേഷനിൽ യൂസ് ചെയ്യാം. അത് വളരെയധികം എഫക്റ്റീവും പവർഫുള്ളും ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനിയും മറ്റൊരു രീതിയും കൂടെ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. അതായത് ദൈവവുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നുള്ളൊരു ചിന്ത വരുമെങ്കിലും നല്ല എഫക്റ്റീവായിട്ട് അത് സയൻറ്റിഫിക്കലി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇന്ന് നമ്മളെ കേൾക്കാൻ ആരുമില്ല അല്ലേ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയണമെന്നുണ്ട് മറ്റുള്ളവരോട്, പക്ഷെ ആർക്കും കേൾക്കാൻ നേരമില്ല. അപ്പം നമ്മളിവിടെ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് റിവീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് നമ്മൾ ആ ദൈവം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പവറുമായിട്ടുള്ള നമ്മളുടെ ഒരു സംഭാഷണമാക്കി മാറ്റുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബ്രീത്തിങ്ങിൻ്റെ അതിൽ നമ്മൾ തുടങ്ങുന്നു. അതിനുശേഷം കണ്ണുകൾ അടച്ച് നമ്മൾ എങ്ങനെയാണോ ദൈവത്തെ വിളിക്കുന്നത് ആ രീതിയിൽ തന്നെ വിളിക്കുകയാണ്, വളരെ ശാന്തമായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറ്റങ്ങളും കുറവുകളും അല്ല ആദ്യം പറയേണ്ട. അല്ല അതല്ല എനിക്ക് ഇത് തന്നില്ല അത് തന്നില്ല ഇങ്ങനെയുള്ളൊരു പരാതിയുടെ സംസാരം ആകരുത്. ഒരു ശാന്തത നിറഞ്ഞ സംസാരമായിരിക്കണം നിങ്ങളും ദൈവവും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒന്ന് ചെയ്ത് നോക്കൂ. കാരണം ഇത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു നിങ്ങൾ പോലും അറിയാതെ ഒരു പവറും നിറയും. അതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷവും സമാധാനവും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ദൈവം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. മനസ്സിൽ പറയുക, ദൈവമേ, നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുക. എനിക്ക് ഇന്ന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, അല്ല ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ദിവസം തന്നല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളൊരു രീതിയിൽ സംസാരിക്കുക. തന്ന ഉപകാരങ്ങളൊക്കെ പറയുക. അങ്ങനെ വേണം സംസാരിക്കുക. അല്ലാതെ പരാതിയും പരിഭവമാണ് നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തന്നെ ഒരു നെഗറ്റീവായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം എനിക്ക് നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നു, എനിക്ക് ഒരുപാട് ജോലിയിലാണേലും നല്ല സ്ഥാനക്കയറ്റം തന്നു, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ നമ്മൾ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ
ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്, എൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് ഇത് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതോടൊപ്പം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം തരും. അപ്പോൾ അതുപോലെ അങ്ങനെ നിങ്ങളുടെ വിഷമതകൾ പറയുക, അതിലൊരു സപ്പോർട്ട് ദൈവത്തിനോട് ചോദിക്കുക. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് കഴിയുന്നിടത്തോളം സംസാരിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ശാന്തി കിട്ടും. അതോടൊപ്പം കേൾക്കാനൊരു ആളുണ്ടായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അതെത്താൻ സഹായിക്കും. ഇതാണ് ഈ മെഡിറ്റേഷനെ കുറിച്ച്, അല്ലെ മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ കൊണ്ട് സക്സസ് ആണോന്നില്ല. ഇനിയും എന്നോട് ഈ മെഡിറ്റേഷനെ കുറിച്ച് വീഡിയോകളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് ചോദിച്ചത്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഞാൻ ചെയ്യുന്ന മെഡിറ്റേഷൻ്റെ കാര്യമാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അതിനുള്ള ഉത്തരവായി. ഇനി അടുത്തൊരു ചോദ്യം വന്നത്, മെഡിറ്റേഷൻ എത്ര സമയം ചെയ്യണം എന്നുള്ളതാണ്. 5 മിനിറ്റ് 10 മിനിറ്റ്. അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. കൃത്യമായ ഒരു ടൈം പീരീഡ് ഞാൻ പറയില്ല. കാരണം നമ്മളൊരു സമയം വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ അതിന് എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് എങ്കിൽ 5 to 10 മിനിറ്റ്സ് എങ്കിലും മാക്സിമം എന്നും ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം 5 അല്ല 10 മിനിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു മണിക്കൂർ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ പ്രയോജനം തരുന്നത്. അതുകൊണ്ട് അതൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെ മെഡിറ്റേഷൻ വഴി നമുക്ക് സോളുമായിട്ട്, നമ്മുടെ ആത്മാവുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ട രീതികളെല്ലാം നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഈ ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് നമ്മൾ ചേരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടണമെന്നില്ല, ചിലപ്പം കുറേ നാളുകൾ എടുക്കും, ആഴ്ചകൾ, മാസങ്ങൾ. ചിലർക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ആയുഷ്കാലം മുഴുവൻ എടുത്താലും സാധിക്കണമെന്നില്ല. നമ്മളുടെ ഈ യോഗിമാരല്ലെങ്കിൽ സന്യാസിമാരൊക്കെ ഈ ധ്യാനം ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ എത്തുന്നവരാണ്. നമ്മൾ സാധാരണ മനുഷ്യരായ കാരണം അവരെ അപേക്ഷിച്ച് നമ്മൾ ഈ ഭൗതികമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് സാധിക്കാത്തത്. ഇനി എന്താണ് ആ സ്റ്റേജ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റോടുകൂടി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം കാണുകയാണെന്ന് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും എൻജോയ്മെൻറ്റ് തരുന്ന ഒരു പ്രോഗ്രാം. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ സമയത്തെക്കുറിച്ചോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചോ ചുറ്റുപാടുകളെക്കുറിച്ചോ അവെയർ ആയിരിക്കുകയല്ല, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്, നിങ്ങൾ ഡാൻസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ്ങിന് നിങ്ങൾ ഇഷ്ടപ്പെട്ടവർ കൂടെ നൃത്തം വയ്ക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ആ ഒരു ടൈമിൽ ചുറ്റുപാടുകളെക്കുറിച്ചോ അയ്യോ പോകാൻ സമയമായി എന്ന് ചിന്തിക്കുമോ? ഇല്ല. നിങ്ങൾ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ മാക്സിമം നിങ്ങൾ സന്തോഷം ഉള്ളവരായിട്ടിരിക്കുകയാണ്. നിങ്ങളെ തന്നെ മറക്കുക എന്ന് പറയില്ലേ, ആ ഒരു സ്റ്റേജ് മെഡിറ്റേഷനിൽ നിങ്ങൾ എപ്പോൾ എത്തുന്നോ അപ്പോഴാണ് നിങ്ങൾക്ക് സോളുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സ്റ്റേജ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കും. ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ മനസ്സുമായിട്ട് വളരെയധികം ലിങ്ക് ആകാൻ സാധിക്കും. ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ലാത്തൊരു സ്റ്റേജാണ്. കാരണം നമ്മൾ ഈ ഭൗതികപരമായിട്ടുള്ള ലോകവുമായിട്ടുള്ള ബന്ധമെല്ലാം വിട്ട് നമ്മളെപ്പോലും മറന്നുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് എക്സ്പേർട്ടുകൾ പറയുന്നത് അത് തനിയെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫിസിക്കലായിട്ട് പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ലെവൽ വരണമെങ്കിൽ അത് താനേ സംഭവിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളൊരു എക്സസൈസ് ചെയ്തൊന്ന് വേർക്കുന്നവരെ ഒന്ന് എക്സസൈസ് ചെയ്യുക, ഒരു 30 മിനിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കാർഡിയാക് എക്സസൈസ് നമ്മളതിൽ ത്രൂ ഔട്ട് ആ ഒരു 30 മിനിറ്റും അവെയറാണ്. 30 മിനിറ്റ് നമ്മൾ അലാം സെറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും മെഡിറ്റേഷൻ അങ്ങനെയുള്ള ഒരു ഏരിയ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ മനസ്സിനെ നമ്മളുടെ പോലും ഇതിൽ നിന്ന് ഫ്രീ ആക്കി നമുക്ക് മറ്റൊരു ലെവലിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ തന്നെ ഉള്ളിൽ നമുക്ക് അവെയർനെസ് കൂട്ടിയെടുക്കാനും അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങിയേ പറ്റൂ. അപ്പം നമ്മൾ തുടങ്ങാൻ പഠിക്കുക. സോ ഇതുവരെയും മെഡിറ്റേഷൻ ചെയ്യാത്തവർ ഈ പറഞ്ഞത് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.